ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അഷ്നാസ് കോമേഴ്സ് ടോക്സ്. ഒരു ഫൈനൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ലെഡ്ജർ പ്രിപ്പറേഷൻ. അപ്പോൾ ലെഡ്ജർ എന്താണെന്ന് നോക്കാം. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഓർ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സിനെ അഥവാ സെറ്റ് ഓഫ് അക്കൗണ്ട്സിനെയാണ് ലെഡ്ജർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്, പ്രിൻസിപ്പൽ ബുക്ക് ഓർ സെക്കൻഡറി റെക്കോർഡ് എന്നൊക്കെ ലെഡ്ജർ അറിയപ്പെടുന്നു. ലെഡ്ജർ ഇസ് എ ബുക്ക് വെയർ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പഡ് ടുഗദർ ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്തതിനെ അതിലെ സിമിലർ ക്യാരക്ടേഴ്സ് ഓർ സിമിലർ നേച്ചറിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയൊക്കെ ഒരു അക്കൗണ്ട് ഫോമിൽ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനെയാണ് സിംപ്ലി ലെഡ്ജർ എന്നതുകൊണ്ട് പറയപ്പെടുന്നത്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഫൈനലി എൻറ്റേർഡ് ഇൻ ലെഡ്ജർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നും ലെഡ്ജർ മീൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സിനെയൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയൊക്കെ ഫൈനലായിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഈ ലെഡ്ജറിലേക്കായിരിക്കും. അതുകൊണ്ട് ലെഡ്ജർ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന ആ ഒരു പേരിലും അറിയപ്പെടുന്നു. ഇപ്പോൾ ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്, പ്രിൻസിപ്പൽ ബുക്ക്, സെക്കൻഡറി റെക്കോർഡ്, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ലെഡ്ജറാണ്. ആ ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നോക്കാം. ലെഡ്ജർ അക്കൗണ്ട് ഹാവ് ടു സൈഡ്സ്, ഡെബിറ്റ് സൈഡ് ആൻഡ് ദ ക്രെഡിറ്റ് സൈഡ്. The left side of an account is known as debit side and is for writing debit entries. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു സൈഡ് ഡെബിറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡാണ്. The right hand side is known as the credit side and is for writing credit entries. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡെബിറ്റ് ട്രാൻസാക്ഷൻസിനൊക്കെ എൻട്രി ചെയ്യുന്നു, അത് ഡെബിറ്റ് സൈഡാണ്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ എൻട്രി ചെയ്യുന്നു, അത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു അറ്റ് ദി ടോപ്പ് ഓഫ് ലെഫ്റ്റ് കോർണറിൽ ഡി ആർ എന്ന ആ ഒരു ടേം, ആ ഒരു ഡി ആർ എന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. അത് ഡെബ്റ്ററിനെയാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അത് ക്രെഡിറ്റ് സൈഡ് ആയതുകൊണ്ട് അറ്റ് ദി ടോപ്പ് ഓഫ് ദി റൈറ്റ് കോർണർ സി ആർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ക്രെഡിറ്ററിനെയാണ് മീൻ ചെയ്യുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷനാണ്, ലെഡ്ജറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ പുട്ട് ഇൻ ടു 5 categories: അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂസ്, എക്സ്പെൻസസ്. ഈ 5 കാറ്റഗറീസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. അത് പെർമനൻറ്റ് അക്കൗണ്ട് എന്നും ടെമ്പററി അക്കൗണ്ട് എന്നുമാണ്. അതിൽ ഓൾ അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ പെർമനൻറ്റ് അക്കൗണ്ട്സ്. അസറ്റ്സ്, ലയബിലിറ്റീസും ക്യാപിറ്റലും വരുന്നത് പെർമനൻറ്റ് അക്കൗണ്ടിലും റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ ടെമ്പററി അക്കൗണ്ട്. ടെമ്പററി അക്കൗണ്ട്സിൽ വരുന്നത് റവന്യൂസും എക്സ്പെൻസസുമാണ്. All permanent accounts are balanced and carry forward to the next accounting period. അപ്പം ഈ പെർമനൻറ്റ് അക്കൗണ്ട്സിൽ വരുന്നത് അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ്. ഇതൊക്കെ ഈ ഒരു പെർമനൻറ്റ് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അത് ബാലൻസ് ചെയ്ത് കറക്റ്റാക്കി അതിനെ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്യും. പക്ഷേ ടെമ്പററി അക്കൗണ്ടായിട്ട് വരുന്നത് റവന്യൂസും എക്സ്പെൻസസുമാണ്. ഓൾ ടെമ്പററി അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ് ബൈ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ബിസിനസ്. ഈ ടെമ്പററി അക്കൗണ്ടായിട്ട് വരുന്ന റവന്യൂസും എക്സ്പെൻസസും ഒക്കെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് പ്രോഫിറ്റാണോ, ആ ഒരു റവന്യൂസിൽ നിന്നും എക്സ്പെൻസിൽ നിന്നുമൊക്കെ നമുക്ക് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊക്കെ അസർട്ടൈൻ ചെയ്യാനായിട്ട് ടെമ്പററി അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റവന്യൂസും എക്സ്പെൻസസും തന്നെ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ പെർമനൻറ്റ് അക്കൗണ്ടിൽ വരുന്ന അസറ്റ്സ്, ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ
അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടുന്നു. പോസ്റ്റിംഗ്. The process of transferring the entries recorded in the journal into appropriate accounts in the ledger is called posting. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെയാണ് ഇൻ്റർപ്രിട്ടേഷനും അനാലിസിസും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഫൈനൽ അക്കൗണ്ട്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു പ്രോസസ് ഓഫ് എൻട്രീസ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ ഇൻറ്റു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ്, ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക്, അതായത് അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് റൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. A journal entry consists of two parts, debit aspects and credit aspects. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ലെഡ്ജറിനെ കുറിച്ചിട്ടായിരുന്നു. ലെഡ്ജർ എന്തെന്നും അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഫോർമാറ്റ്, ആ പോസ്റ്റിംഗ് എന്നുള്ള ആ ഒരു വേർഡ് ഒക്കെ നമ്മളിന്ന് നോക്കി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.